എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട്. നമുക്ക് സേതുവിന്റെ പല്ലുവിടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഇന്ദ്രൻ ആ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രതാപൻ. കാരണം മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ ഇനി ഇപ്പൊ ഇന്ദ്രനെ പരിശോധിക്കാനായിട്ട് എത്തും. ഇന്ദ്രന് ഭ്രാന്തുണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ദ്രന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി അവരെത്തണ സമയത്ത് അവരുടെ മുന്നിൽ പിടിച്ചു വെക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് ഏകദേശം അറിയണമെങ്കിൽ ഒരു ഡോക്ടറിനെ തന്നെ പോയി കാണണം. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി ഉപദേശി കൊടുക്കുകയാണ്. ഈ സമയം ഇന്ദ്രൻ്റെ അടുത്ത് ഡോക്ടറെ കറക്റ്റാണ് ഇന്ദ്രനെ നോക്കണേ. അങ്ങനെയാണെങ്കിൽ അയാളോട് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അയാൾ എന്താ പറഞ്ഞിരുന്നെന്ന് അറിയത്തില്ലോ. അങ്ങനെ അയാളോട് ഒന്ന് പോയി ചോദിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കർത്തനെ കാണാനായിട്ട് ഇന്ദ്രൻ പോയ സമയത്ത് കർത്തനെ കാണാനായിട്ട് ഇന്ദ്രന് പറ്റിയില്ല. ഇന്ദ്രൻ ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ഇനി എന്ത് ചെയ്യും? ആകെയുള്ള പ്രതീക്ഷ അയാളായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് വന്ന് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്ത് രാജലക്ഷ്മി എന്ന് ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്താണ് മോനെ, എന്താ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കാം. അമ്മേ രക്ഷപ്പെടണ്ടെന്ന് ചോദിക്കുക. ഈ ഊരാക്കുടിക്കുന്ന എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ മാനസിക നില തകരാറിലായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തുണ്ടെന്ന് ആ മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ വന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവൾക്ക് ഡിവോഴ്സ് കിട്ടും. ആ പല്ലവിക്ക് അതൊരു കാരണവശാലും പാടില്ല എന്ന് പറയാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂടെ മോനെ? അമ്മേ അതിനൊരു ബുദ്ധിയുണ്ടെന്ന് പറയണേ. ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഏകദേശം വരുന്ന ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് അറിയണം. അങ്ങനെ അറിയുവാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാലോ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് പറയാം. അത് ശരിയാണല്ലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് അറിയണം. പിന്നീട് രാജലക്ഷ്മിയാണ് അവനാ ബുദ്ധി പറഞ്ഞു കൊടുത്തേ. അപ്പം രാജലക്ഷ്മിയുടെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറുണ്ട്. അപ്പൊ കറുത്ത ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ഡോക്ടറെ പോയിന്ന് നീ കാണ്. അപ്പൊ അവരെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ തിരക്ക്. അപ്പൊ എന്താ എങ്ങനെയാന്നൊക്കെ അറിയാലോ എന്ന് പറയണം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്ന് നീങ്ങാം എന്ന് ഇന്ദ്രൻ കരുതി. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്യാണ്? ആ ഡോക്ടറെ കാണാനായിട്ട് പോകണം. അപ്പൊ ഒരു ലേഡി ഡോക്ടറായിരുന്നു. അങ്ങനെ ചെന്ന് ഇന്ദ്രൻ പരിചയപ്പെടുത്തുകയാണ്. ഇന്ദ്രൻ പരിചയപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞു, അതെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഡിവോഴ്സ് കിട്ടും, എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് അവളോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം, എനിക്ക് എൻ്റെ ഭാര്യനെ എങ്ങനെയും തിരികെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡോക്ടറെ വിശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ എടുക്കുന്ന ഹൈ റിസ്ക് അറിയാലോ, മെഡിക്കൽ എത്തിക്സിന് ചേർന്ന പണിയല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബോർഡ് അംഗങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് നേരത്തെ പറഞ്ഞു തരിക, അതൊക്കെ ശരിയുള്ള കാര്യമല്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാ. പിന്നീട് ഇന്ദ്രന് ഒരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്, എന്താ എങ്ങനെ ഏതെന്നൊക്കെ അവർ വന്ന് ചോദിക്കാനും പറയാനുള്ള ഏകദേശം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ദ്രനെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ ഒരു മോക്ക് ഇന്റർവ്യൂ തന്നെ ഇന്ദ്രന് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇന്ദ്രന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആയിരിക്കും താൻ പെരുമാറണ്ടേ, അവരുടെ മുന്നിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ കോടതിക്ക് തീരുമാനിക്കാൻ പിന്നെ എന്ത് വേണം എന്നുള്ളത്. അപ്പൊ ഇന്ദ്രന്റെ മാനസിക നില തകരാറിലായെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കോടതിയിൽ ഊർമിള വക്കീൽ വാദിച്ചിരിക്കുന്നത്. അതല്ലാന്ന് തെളിയിക്കണം, എങ്കിൽ മാത്രമേ ഇന്ദ്രന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഡിവോഴ്സ് കിട്ടാതിരിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഉള്ള പഠിച്ച പണി 18ആണ് ഇന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കണേ. ഈ സമയം സേതുവും പല്ലവിയും കൂടെ ഭയങ്കര പ്രതീക്ഷയോട് വിട്ട വീട്ടിലേക്ക് വന്നത്. പിന്നീട് പൂർണിമയുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ഇനി എന്താണെങ്കിലും പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുമെന്നുള്ള കാര്യം. അതിനുശേഷം വേണം നിങ്ങളുടെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടത്തണം എന്ന് പറയാ. ഇത് കേട്ടപ്പോൾ പല്ലവി സേതുവിനെ ഒന്ന് നോക്കി. പിന്നീട് സേതു പറഞ്ഞു, അതെ എന്ന് പറയാം, എന്താ കാര്യം എന്താ? ഒന്നുമില്ല എന്ന് പറയണ. പല്ലവിക്ക് തോന്നി എന്തോ സേതുകൊണ്ട് എന്നോട് പറയാനുണ്ട്, പക്ഷെ സേതുകൊണ്ട് എല്ലാവരും കൂടെ നിന്നോണ്ടായിരിക്കും പറയാത്തെ എന്ന് കരുതാണ്. പിന്നീട് പല്ലവി വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ മാഷിനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ മാഷിനെ കാര്യങ്ങളൊക്കെ പറയണല്ലോ. അപ്പൊ ആ കൂടെ സേതുവും പോയി. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെന്നിട്ട് മാഷിനോടും ശോഭയോടും കാര്യങ്ങളൊക്കെ പറയാണ്. കോടതി വെച്ചേണ്ട കാര്യങ്ങളല്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശോഭ പറഞ്ഞ്, എന്ത് വില കൊടുത്തും ഇതിനകത്തുനിന്ന് ഡിവോഴ്സ് മേടിക്കണം മോളെ, ഇനി ഒരു നിമിഷം പോലും അവന്റെ ഭാര്യയായിട്ട് നീ തുടരില്ല. അങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവന് വരെ അത് ആപത്താ. എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ അവന്. ആ ഇന്ദ്രനൊരു ദുഷ്ടം തന്നെയാന്ന് പറയണം. പിന്നീട് മാഷ് പറഞ്ഞ്, അതിനുശേഷം വേണം നിങ്ങളുടെ കല്യാണം നടത്തണം. പിന്നെ പാറുവിന്റെ കാര്യം അറിയാലോ, പാറുവിന്റെ കാര്യം എങ്ങനെയും നടത്തണം. ഒന്നെങ്കിൽ സ്ഥലമെങ്കിലും വിറ്റിട്ട് എങ്ങോട്ടേലും പോയാലോ എന്നൊക്കെ ആലോചിക്കുക മോളെ എന്നൊക്കെ പറയണം. ഇത് കേട്ടത് പല്ലു പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എടുത്തിയാടി ഒരു തീരുമാനം ഒന്നും എടുക്കണ്ട അച്ഛാ, നമുക്ക് നോക്കാം. അധികം ഇനിയിപ്പോൾ അധിക കാലം ഒന്നും നോക്കിയിരിക്കേണ്ട വരത്തില്ല. എന്താണെങ്കിലും അവർ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മേനെ ആശ്വസിപ്പിച്ചിട്ടാണ് അവർ പോരുന്നത്. അങ്ങനെ പോരുന്ന വഴിക്കാണ് പല്ലവി എന്ത് ചെയ്യാണ്, നോക്കിക്കഴിയുമ്പോൾ ഒരു മാവ നിറച്ച് മാങ്ങ കിടക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ പല്ലവിക്കൊരാഗ്രഹം മാങ്ങ തിന്നാനായിട്ട്. പെട്ടെന്ന് സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ നിങ്ങൾ നോക്കിയേ, ആ മാവ് നിറച്ച് മാങ്ങ കിടക്കുവാന്ന് പറയണം. ആണോ?
അന്നിപ്പം ഞാൻ എറിഞ്ഞു വീഴിക്കാന്ന് പറയണം. പ്രശ്നമാവോ? ആ മാവിന്റെ ഓണർ എങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേന്ന് ചോദിക്കുക. എന്ത് പ്രശ്നം? കണ്ടോ ഇപ്പൊ ഞാൻ കണ്ടോ എന്റെ ഉന്നം കണ്ടോളാൻ പറയണം. ഞാൻ ഇപ്പൊ എറിഞ്ഞൊരു 3-4 താഴെ പിടിക്കുമെന്ന് പറയാം. പിന്നെ എന്തൊരു തള്ള എന്റെ സേതുവേട്ട തള്ളുന്നേ. അതെ, അങ്ങനെയൊന്നും ചാടിക്കാൻ പറ്റില്ലെന്ന് പറയണം. അന്ന് നീ കണ്ടോളാൻ പറയണം. സേതു എന്ത് ചെയ്യണം? ഒരു കല്ലെടുത്ത് എറിയണം. കല്ലെടുത്ത് എറിഞ്ഞു കഴിയുമ്പോഴത്തേനും കുറെ മാങ്ങ അങ്ങ് ചാടി. അപ്പോഴേക്കും വേണ്ട അതിന്റെ വീട്ടിൽ നിന്ന് ആറാ മാവിട്ട് എറിയുന്നതെന്ന് ചോദിച്ചിട്ട് ഓണർ വടിയും പത്തിലുമൊക്കെ ഇട്ട് ഇറങ്ങി വന്നേ. പല്ലവി ഓടി, പുറകെ സേതു ഓടുകയാണ്. കുറച്ചു ദൂരം ഓടി കഴിഞ്ഞപ്പോഴത്തേനും സേതു തിരിഞ്ഞു നോക്കി. അയാൾ അവിടെ നിൽക്കുകയാണ്. അയാൾ കുറെ ചീത്തയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പല്ലവി പറഞ്ഞു, ഇപ്പൊ കിട്ടിയാനും മാങ്ങ എറിഞ്ഞേക്കാളും സ്പീഡ് വന്ന കല്ല് സേതുകൊണ്ട് തലേ വീണനെന്ന് പറയണം. ആ ചേട്ടനെങ്ങാനും വല്ല ആ കമ്പ് വെച്ച് വല്ല ഏറും തന്നായിരുന്നെങ്കിലോ. ഇത് കേട്ടത് സേതു പറഞ്ഞു, ഇതിനേക്കാളും ഭേദം കാശ് കൊടുത്ത് 10 മാങ്ങ മേടിക്കുന്നതായിരുന്നു പറയാ. പല്ലവി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഈ എറിയുന്നതിന്റെ ഓടുന്നതിന്റെ സുഖം ഒന്നും വേറെ തന്നെയാന്ന് പറയാ. അങ്ങനെ അവര് എൻജോയ് ചെയ്താണ് വീട്ടിലേക്ക് പോരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞിപ്പം പല്ലവിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. കാരണം എന്തായി തീരും എന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ടെങ്കിൽ മനസ്സ് നിറയെ ടെൻഷനാണ്. ഇനി മെഡിക്കൽ ബോർഡ് ആ കൂടുന്ന സമയത്ത് ഇന്ദ്രൻ ഇനിയിപ്പം മാനസിക നില തകരാറായിട്ടില്ലെന്നെങ്ങാൻ റിപ്പോർട്ട് വരുവാണെങ്കിൽ അതോടെ പ്രശ്നവും. പിന്നീട് സേതുവിനോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സേതുവേട്ടാ, ഒരുപക്ഷെ അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട് അവന് എതിരായിരിക്കോ അതോ അവനെ അനുകൂലിച്ചോണ്ടായിരിക്കോ? ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഡിവോഴ്സ് കിട്ടുന്നൊക്കെയെന്ന് പറയണം. ഇനി അവൻ സ്വാധീനിക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെ ചോദിക്കുക. പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള ആരെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇന്ദ്രന് അനുകൂലമായിട്ട് റിപ്പോർട്ടായിരിക്കും പോകാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് പറയാ അവസ്ഥയില് പല്ലവി ഇങ്ങനെ ഇരിക്കും. അപ്പൊ സേതു പറഞ്ഞേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നാം ദൈവത്തെ വിശ്വാസമില്ലേ, വെറുതെ അല്ലല്ലോ ദൈവത്തെ വിശ്വസിക്കുന്നത്. ശയനപ്രദക്ഷിണമൊക്കെ നടത്തി ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട പല്ലവി, ഉറപ്പായിട്ടും ഈ തവണ ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാം. പല്ലവി പറഞ്ഞു, എന്നാലും എനിക്കൊരു പേടിയാന്ന് പറയണേ. എന്തിനാ പേടിക്കണേ? ധൈര്യമായിട്ടിരിക്കുക. ഒന്നും അല്ലെങ്കിൽ ഞാനുണ്ട്. ഈ പൊന്നുമ്മടെ മുഴുവൻ പല്ലവിയുടെ കൂടെയില്ലേ. എന്ത് വന്നാലും നമ്മള് ധൈര്യപൂർവ്വം നമ്മളതിനെ നേരിടുക ചെയ്യണ്ടേ. നമ്മൾ ഒരിക്കലും നമ്മൾ ഭയന്ന് പിന്മാറില്ലെന്ന് പറയാം. ഇതിനേക്കാളും വലിയത് വന്നിട്ട് പല്ലവി പിടിച്ചു തന്നില്ലേ. പിന്നെ ഇതെന്താ ഇപ്പൊ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിനെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. പല്ലവിക്ക് എന്നാലും ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായി തീരുമെന്നൊക്കെ ഉള്ളു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അങ്ങനെ മെഡിക്കൽ ബോർഡ് കൂടുന്ന ആ ദിവസം വന്നെത്തി. അപ്പം അങ്ങോട്ടേക്ക് ഇന്ദ്രൻ പോണം. ഇന്ദ്രനോടൊപ്പം പോകുന്ന രാജലക്ഷ്മിയും കൂടെയാണ്. അപ്പൊ പോകാനിറങ്ങുന്ന രാജലക്ഷ്മി പറഞ്ഞു, എടാ മോനെ, പ്രശ്നമൊന്നും ആവില്ല അല്ലേ? എന്താവാനായിട്ട്? അങ്ങനെയൊന്നും ആവത്തില്ലെന്നേ. ധൈര്യമായിട്ട് അമ്മ വരാൻ പറയണം. അങ്ങനെ രാജലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ദ്രന് ആ കാര്യങ്ങളെല്ലാം കുറെ പഠിച്ചു വെച്ചുകൊണ്ട് ഇന്ദ്രന് ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രൻ അതിനെല്ലാം വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവരെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ സമയം രാജലക്ഷ്മി പറഞ്ഞു, ദേ ഡോക്ടറെ, എന്റെ മോൻ ഭയങ്കര പാവാ. ഇവന് ഒരു പ്രശ്നവും ഇല്ലെന്നേ. ദേ ഇവന് ഡിവോഴ്സ് വേണ്ടെന്നാ. ഇവന് അവളെ എപ്പോഴും ഭയങ്കര സ്നേഹമാ. അവള് കാമുകനോടൊപ്പം ജീവിക്കുന്നേ. എന്നിട്ട് പോലും അവളെ ഇവന് വേണം. കാരണം അത്രയ്ക്ക് ജീവനായതുകൊണ്ടാ. പക്ഷേങ്കില് പാവം എന്റെ മോന്റെ തലയില് ഇല്ലാത്ത കഥ കെട്ടിച്ചമച്ച് വെക്കുവാണ്. ഇവന് മാനസിക നില തകരാറായെന്നും പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഡിവോഴ്സ് വേണ്ട അവൾ അങ്ങനെയൊക്കെ കഥ കെട്ടിച്ചമയ്ക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല എന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർമാര് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, അല്ല ഇതിന്റെ റിപ്പോർട്ടൊക്കെ എപ്പോഴാ? അത് കോടതിയിലേക്ക് വരും, കോടതിയിലെ വെച്ച് കിട്ടത്തുള്ളൂ, അപ്പൊ കാണാന്നൊക്കെ പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് രാജലക്ഷ്മി പറഞ്ഞു, എനിക്ക് പ്രതീക്ഷയുണ്ടോ മോനെ, അവർ നമുക്ക് അനുകൂലമായിട്ട് ആ റിപ്പോർട്ട് എഴുതിയെന്നാ തോന്നിയെന്ന് പറയാ. ഇന്ദ്രൻ പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്. എന്താണേലും നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ മുൻകൂർ കണ്ട് ചെയ്തുകൊണ്ട് ഇനി ആ ഒരു പ്രശ്നം വരത്തില്ല എന്ന് പറയാ. ഇനിയിപ്പോ അതൊരു പേടി വേണ്ടെന്ന് പറയാണ്. ഈ സമയം ഊർമിള വക്കീൽ എന്ത് ചെയ്തു? വക്കീലല്ലേ, വക്കീലിന്റെ ബുദ്ധി പ്രവർത്തിക്കണമല്ലോ. കാരണം ഒരു പക്ഷെ എങ്ങാനും മെഡിക്കൽ ബോർഡിന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വേറെ തെളിവ് വേണം. അവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണെന്ന് ചിന്തിച്ചു. അങ്ങനെ പിന്നീട് പല്ലവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ എങ്ങാനും ഫെയിലിയർ ആയി പോയിട്ടുണ്ടെങ്കിൽ, എന്തിന് മാനസിക വിഭ്രാന്തി ഇല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല. അങ്ങനെ വന്ന് നമ്മൾ അടുത്ത ഒരു ഇതും കൂടെ നമ്മൾ തയ്യാറാക്കി നിൽക്കണമെന്ന് പറയാണ്. അപ്പൊ അതിന് വേണ്ടത് എന്താന്ന് ആലോചിച്ചു. തെളിവ് വേണമെന്ന് പറയണം. തേടാൻ പല്ലവിച്ചു. അതിനിപ്പോ തെളിവ് കിട്ടാനിട്ട് എന്താ ഒരു മാർഗം ആലോചിച്ചിട്ട് പല്ലവിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വക്കീല് പറഞ്ഞു, ഏതെങ്കിലും രൂപത്തില് കിട്ടാൻ വഴിയുണ്ട്. അവന്റെ എന്തേലും മെഡിക്കൽ രേഖകൾ എന്തേലും കിട്ടുവാണെങ്കിൽ അത് മതി എന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. ഒരു പക്ഷേങ്കില് അങ്ങനെ രേഖകൾ കിട്ടണമെങ്കിൽ പാറുവിനോട് പറയുവാണെങ്കിൽ, ഒരു പക്ഷെ വിശ്വവും പാറുവും നല്ല കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വ എന്തെങ്കിലും രേഖകൾ എടുത്തു കൊടുക്കുക, പാറുവിനോടൊന്ന് സംസാരിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, പല്ലവി പാറുവിനെ വിളിക്കുകയാണ്.
പാറിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാ. ഇതേടാൻ പാറു പറഞ്ഞു, അതെ ചേച്ചി വിഷമിക്കണ്ട, ഞാൻ വിശ്വത്തെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ വിശ്വത്തെ വിളിച്ചു. വിശ്വത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു, ആ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ എന്ത് വേണം ചെയ്യാം. പല്ലവി ചേച്ചിക്ക് ഡിവോഴ്സ് കിട്ടി പല്ലവിച്ചി ഒന്ന് പിന്നെ സ്വതന്ത്രയാവുമെങ്കിൽ എനിക്കതോ എന്തുകൊണ്ടും നല്ല, ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെടുമല്ലോ. വേണമെങ്കിൽ ഞാൻ തന്നെ വന്ന് ഞാൻ സാക്ഷി പറയാം, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അത് പോരാഞ്ഞിട്ട് എന്തെങ്കിലും രേഖകൾ വേണമെങ്കിൽ ഞാൻ അതും എടുത്തോണ്ട് തരാന്നൊക്കെ പറയാണ്. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. കാരണം റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴത്തേനും പല്ലവിക്കെതിരാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇതൊന്നും ഇന്ദ്രനെ അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ദ്രന്റെ ഒക്കെ വിചാരം എന്താ, ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരുന്നതോട് കൂടിയിട്ട് പല്ലവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും അവൾക്ക് വിവാഹമോചനം കിട്ടാനേ പോകുന്നില്ല. ആ ഒരു സന്തോഷത്തിലായിരുന്നിരുന്നത്. അങ്ങനെ കോടതി കൂടുന്ന ദിവസം വന്നെത്തി. ഭയങ്കര ആകാംക്ഷപൂർവ്വമാണ് ഇന്ദ്രൻ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ പല്ലവീനെ വെല്ലുവിളിച്ചിട്ടൊക്കെ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ കോടതി കൂടി കേസ് വിളിച്ച് കഴിയുമ്പോഴത്തേനും പല്ലവിക്കാണ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെയുള്ള. പക്ഷെ ഇന്ദ്രനും രാജലക്ഷ്മിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാലും തനിക്ക് അനുകൂലമായിട്ടായിരിക്കും ഒരു വിധി വരാൻ പോകുന്നതെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവര്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പം മെഡിക്കൽ റിപ്പോർട്ട് ഒരു പക്ഷേങ്കിൽ ഇന്ദ്രന് അനുകൂലമായിട്ടായിരിക്കും. കാരണം അതിൽ ആരെങ്കിലും ഇന്ദ്രനെ സ്വാധീനിക്കും, അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിക്കും. അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഇന്ദ്രൻ പരാജയപ്പെടുള്ളൂ. കാരണം അതിനേക്കാളും വലിയ ജീവിക്കുന്നൊരു തെളിവാണ് വിശ്വം. വിശ്വം അവിടെ വന്ന് മൊഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം ഇന്ദ്രൻ ആകപ്പാടെ തേഞ്ഞൊട്ടിപ്പോവും. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.